ഇതിന്ന് പൊക്കോണ്ടിരുന്നാണല്ലോ. ഇതിപ്പോ എന്തോ പറ്റി പൈപ്പിന്. ആ എന്നെ ചൊറിയാൻ വന്ന വെള്ളമല്ല കാടിവെള്ളം ഞാൻ കൂടെ ഒഴിക്കും. പോകറി ഞാനുള്ളതാ പറഞ്ഞ നിന്റെ നല്ല അസല് കരിനാക്ക. നിന്റെ വിസ റിജക്ട് ആയതും അപ്പുണ്ണി പഠിക്കാതെ പോയി എക്സാമിന് പോയിട്ടതൊക്കെ എന്റെ നാക്കിന്റെ കുഴപ്പോ? നിന്റെ നാക്കിന്റെ കുഴപ്പം തന്നെയാണ്. നീ അച്ഛൻ ചാവാൻ പോണെന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ ചാവാൻ പോയത്? അച്ഛൻ ഇങ്ങനെ ഓരോ തോന്നിവാസം കാണിക്കുന്നത് അതൊക്കെ ഇനി എന്റെ നാക്കിനെ വളക്കുന്നു കേട്ടോ. നിന്റെ കരിനാക്ക് കൊണ്ട് തന്നെയാണ്. അത് എന്റെ കരിനാക്കല്ല, അമ്മയുടെ നാക്കിന്റെ ഗുണം കൂടി പോയാണ് അച്ഛൻ ചാവാൻ പോയത്. പിന്നെ അമ്മയുടെ നാക്ക് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നുമല്ലല്ലോ, കുറെ നാളായില്ലേ. നീ കരിനാക്കെടുത്ത് വളച്ച് വിത്തിനവസം മരം വീണു, അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ നോക്കി. എന്നാ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, എന്റെ കരുനാക്ക് കാരണമാണ് അച്ഛൻ ചാവാൻ പോയെന്ന്. നീ പോയി നീ പോയി പോടാ. എന്നാലും ഈ ചെരവ ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. കാണുന്നില്ലല്ലോ ദൈവമേ. നീ എന്റെ ചെറുക്കനെ ഇനി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ അമ്മയൊന്ന് പതുക്കെ പറയുന്നത് ഇത് കേട്ടിട്ട് ഇവിടെ അങ്ങനെ മനസ്സ് മാറാൻ വേണ്ടിട്ട് ഞാൻ പറയൂടി, എന്റെ മോനൊരാവശ്യം വന്നാൽ ഞാൻ ഇനിയും പറയും. ഇതേ അമ്മ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കരുതേ. പതുക്കെ പറയാൻ അവൻ കേൾക്കുന്നു. ഞാനാണോ പറയാൻ വന്നത്? പിന്നെ ഞാനാണോ? എനിക്ക് എന്റെ വീട്ടിൽ എന്തു പറയാം? നിങ്ങൾക്ക് നിങ്ങളെ മോനെക്കാട്ടി വലുത് വീടാ അല്ലേ? ആ, എന്റെ മോനും വലുതാ, എന്റെ വീടും എനിക്ക് വലുതാ. ഇതാണ് അമ്മായിമ്മ മരുമോട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. അത് നമ്മളെ വിലാസിനി ചേച്ചിയില്ലേ, അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കും. എടാ മോനെ, ആ വിലാസിനയുടെ മോനുണ്ടല്ലോ, അവൻ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയടാ. ഈ പരദൂഷണം പറച്ചിലൊക്കെ നിർത്തിക്കൂടെ? അയ്യേ, ഇതെങ്ങനെയാ പരദൂഷണാവുന്നത്? ഇത് അമ്മ പറയുന്നത് ഞാൻ കേട്ടു, അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഓ, മോന് ഇഷ്ടമല്ലെങ്കിൽ ഇതേ ഞങ്ങൾ ഇനി ഒന്നും പറയുന്നൊന്നുമില്ല. മരപ്പെട്ടി മരങ്ങേറ്റം മറക്കോ? നീ ഇനി എന്റെ ചെറുക്കനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. എന്റെ സ്വഭാവം അറിയാലോ, നന്നായിട്ട് അറിയാം. അയ്യോ, നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലൊരു തെറ്റുപറ്റി. അതങ്ങനെ ആയിരുന്നില്ല. മരപ്പെട്ടി മരങ്കേറ്റം മറക്കുമെന്നല്ല, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമെന്നാണ്. നിങ്ങൾക്കിട്ട് കൊട്ടിയതാ. ഞാൻ അങ്ങ് സഹിച്ചു. സഹിക്കണം, അവരവരെ മകനല്ലേ, സഹിച്ചു. എന്റെ ചെലവ് കാണുന്നില്ല. ഞാൻ എടുത്തോണ്ട് പോയി കളഞ്ഞെന്ന് തോന്നുന്നല്ലോ. കേട്ടാ, ഞാൻ ഇവിടെയാ വെച്ചത്. എനിക്കൊന്നും സൗകര്യമില്ല. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് നടുവെല്ലാം വേദന എടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ കുനിഞ്ഞിട്ട് വേണം അവിടെ തലയും കുത്തി വീടാൻ. അവിടെ ചിരി കണ്ടില്ല. ഇതിനോട്ട് നീ ചിരിച്ചപ്പം അല്ല, തലചുറ്റി എന്താ പറയാ, തലചുറ്റി വീഴുന്നല്ലേ പറഞ്ഞു. തലയും കുത്തി വീഴുന്നു. അപ്പൊ പിന്നെ ഞാൻ തന്നെയല്ലേ എടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ചിരി വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കിയാന്ന്. എനിക്ക് നിങ്ങളെ കളിയാക്കല്ലേ പണി. അത് എടുക്കാൻ എനിക്ക് തേങ്ങ ചെറുകണം. എവിടെയാ വെച്ചത്? ഞാൻ ഇവിടെയാ വെച്ചത്. എവിടെയാ കൊണ്ടുവിട്ടേ? എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് എന്നാടി കൂട്ടാനുണ്ടാക്കുന്നേ? കുനിയാനും കൂടെ വയ്യ. എനിക്കെങ്ങാൻ പറ്റില്ല, വയ്യ. എന്നെ ചീത്ത പറയാൻ നല്ല നാവാന്നല്ലോ. എടി കുഞ്ഞെ, എനിക്ക് വയ്യാഞ്ഞിട്ടാ.